ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഇവിടെയും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും നല്ല മഴ തന്നെയാണല്ലേ, മഴ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ചുള്ളൊരു വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്ലീനിങ് വീഡിയോ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ക്ലീനിങ് വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ മുറ്റൊക്കെ ഒന്ന് തൂത്തുവാരി. കാരണം നല്ല മഴ പെയ്താൽ പിന്നെ നിലത്തുള്ള എന്താ പറയുക, ഇലകളൊന്നും പോരില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ മുറ്റൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടു. പിന്നെ അത് അതിന് ശേഷം അത്യാവശ്യം നല്ല മഴ പെയ്തായിരുന്നു. അപ്പോൾ തന്നെ നല്ല ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ അത് നമ്മൾ നേരെ പണിയിലോട്ട് കിടന്നു കേട്ടോ. അങ്ങനെ അത് ആദ്യം തന്നെ ഉമ്മാൻ്റെ റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ റൂമിൽ എൻ്റെ കെട്ടിയും കിടക്കുകയാണ്. അപ്പോൾ എണീറ്റാലേ അവിടെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ ഈ റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, മാറാല ആദ്യം തട്ടാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല മാറാല വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെയാണ് തട്ടിയത്. പക്ഷെ എന്താ പറയുക, പെട്ടെന്ന് മാറാല വരും കേട്ടോ. പക്ഷെ ഉമ്മാൻ്റെ റൂം ഞങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര കമ്മിയാണ്. ഞങ്ങളുടെ റൂമിലാണ് കേട്ടോ ഇഷ്ടം പോലെ മാറാലയും എന്താ പറയുക, ഭയങ്കര പൊടി എന്തൊക്കെയാണ്. കാരണം 24 ഹവേഴ്സും ഫാന് വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഏറെ പൊടി വരുന്നത് കേട്ടോ. അങ്ങനെ ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. മരത്തിലിരിക്കുന്ന കിളി മൊത്തം എന്താ പറയുക, പിസ്റ്റൻ്റെ ഷെല്ലില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സിറ്റ് ഔട്ട് മാറാലാട്ടാൻ നിന്നു കേട്ടോ. കാരണം കീറി വരുന്നിടത്ത് കുറച്ച് മാറാല എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും തട്ടി വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ എന്താ പറയുക, ഹാളിലോട്ട് കിടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ റൂം അപ്പോഴും തട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ. അത് അവിടെ കെട്ടിയും കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വൈകിപ്പോയി ചെയ്യാൻ. അങ്ങനെ ഇത് നമ്മൾ ഹാളൊക്കെ നല്ലതിൽ ജനലിന്മേയാണ് ഏറുള്ളത്. ശരിക്കും മുകളിലൊന്നും മാറാല അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ജനലൊക്കെ നല്ലതിൽ തുറന്നൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലതിൽ മാറാലൊക്കെ തട്ടി വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കുറച്ച് എൻ്റെ കണ്ടുകൊണ്ടാറ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു സാധനം അങ്ങനെ കളയൂല കേട്ടോ. ഒക്കെ ഇതിന് എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ എടുത്ത് വെച്ച് ഒരുപാട് സാധനങ്ങളായി. അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും അല്ല, കുഞ്ഞു സാധനങ്ങളാണ്. എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോന്ന് എടുത്ത് വെക്കുമല്ലോ. അങ്ങനെ ഓരോ പേപ്പേഴ്സും അതേപോലെ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത് എടുത്ത് വെച്ച് ഒരു കുന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുക്കൻ്റെ പ്രസവത്തിന് ഇതാക്കുമല്ലോ കൊട്ട, അതിലാണ് എല്ലാ സാധനം വെച്ചിട്ടുള്ളത്. അതിൽ മാത്രമൊന്നുമല്ല, വേറെ കുറേ പെട്ടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. ഫസ്റ്റ് എടുത്ത പെട്ടി എൻ്റെ മഹറിട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഉള്ള രണ്ടാമത്തെ പെട്ടി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന സ്വർണ്ണം അതൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ നാശമായി പോയി കേട്ടോ. മഹറിട്ട പെട്ടി മാത്രം ഒന്നുമില്ലാതെ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. എൻ്റെ സ്വർണ്ണം ഇട്ടതൊക്കെ പോയിട്ടോ, നാശമായി പോയി. അങ്ങനെ ബാക്കി എല്ലാ പെട്ടിയും കൊടുന്ന് അതും ശരിയാക്കിയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ റൂമിലോട്ട് കിടന്നു കേട്ടോ. അവിടെ കുറേ മാറലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അതിനായിട്ടാണ്ട് നിന്നു. കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്യാമറ ഈ ആംഗിളിൽ വെക്കുമ്പോൾ അവിടെ ശരിയായില്ല, അവിടെ വെക്കുമ്പോൾ അവിടെ ശരിയായില്ല, അങ്ങനെ നടക്കേണ്ടി വരും കേട്ടോ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മൾ പണിയിൽ നിന്നു കേട്ടോ. അങ്ങനെ ഈ അലമാരമടക്ക് നല്ല പൊടിയാണ്. നമ്മളൊക്കെ എന്ന് എന്താ പറയുക, കൺമുമ്പിൽ കാണുന്നതാണ്. എന്നാലും ഞാൻ അങ്ങനെ എന്താ പറയുക, എപ്പോഴും തുടക്കാൻ നിൽക്കില്ല. കാരണം പെട്ടെന്ന് നാശമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം കൊണ്ടൊന്നും തോത്താൻ നിൽക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നല്ല വൃത്തിയായി തൂത്തി വെച്ചു. പിന്നെ അവിടേക്കൊന്ന് തൂത്ത് വരട്ടോ. നല്ല പൊടിയും മാറാലയും കാര്യങ്ങളൊക്കെ താഴത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എന്താ പറയുക, റൂമും അതേപോലെ ഹാളും സിറ്റൗട്ടും എല്ലാം നല്ല വൃത്തിയിൽ അടിച്ചു വാരി ഇടാണ് കേട്ടോ ആദ്യം തന്നെ. അങ്ങനെ പിന്നെ റൂമിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പുതിയത് ഇടാണ്ടായിരുന്നു, പുതിയതൊന്നല്ല അങ്ങനെ മാറ്റി ഇടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ വിരിച്ചിട്ടു കേട്ടോ. അത് കുറച്ച് നേരത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പഴയ കൊലയാകും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നല്ലതിൽ തുടച്ചൊക്കെ എടുത്തു കേട്ടോ. തുടക്കുമ്പോഴും തന്നെ കറുത്ത വെള്ളമായിരുന്നു. കാരണം അത്രയും മാറാല തട്ടിയതുകൊണ്ട് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചെറുക്കൻ്റെ പമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒരു കുന്ന് കൂടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നേരെ പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.